ഹലോ ആൻഡ് വെൽക്കം ടു ബൈലിംഗൽ വിത്ത് ഡിസ്നി. ഇന്ന് എന്റെ കൂടെ ഉള്ളത് എബ്രഹാം സാറാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് അനുഭവ സമ്പത്തുകളുള്ള ആളാണ് ഇദ്ദേഹം. 23-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഞാൻ ഇതിലും പറഞ്ഞ തെറ്റിപ്പോയെങ്കിൽ പറയണേ. 23-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം കേരളത്തിൽ നിന്ന് ബഹ്റിനിൽ പോവുകയും ബഹ്റിനില് ടോട്ടൽ ഏകദേശം 40 വർഷത്തോളം ബഹ്റിൻ UAE ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. UK, USA ഇവിടെയൊക്കെ ഒരുപാട് നാളുകൾ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചതിന്റെയും ഒരുപാട് സ്ഥലത്ത് ജീവിച്ചതിന്റെയും അനുഭവ സമ്പത്തുള്ള ആളാണ് അദ്ദേഹം. ഇതൊന്നും കൂടാതെ ഇദ്ദേഹം വായിച്ചിട്ടുള്ള ഒരുപാട് വായിക്കുന്ന ആളാണ് ഇദ്ദേഹം. ഒരുപാട് വായനയുടെ വിജ്ഞാനം, അനുഭവ സമ്പത്ത്, ഇതൊക്കെ ഉള്ള ഇദ്ദേഹമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അധികം ഓർമ്മിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ബെന്യാമിന്റെ ആടുജീവിതം ഇറങ്ങിയല്ലോ. ബെന്യാമിന്റെ ആടുജീവിതം ഏറ്റവും ആദ്യം ബഹ്റിനിൽ പ്രകാശനം ചെയ്തപ്പോൾ ഇദ്ദേഹവും ബഹ്റിനിലെ കമ്മിറ്റിയിലും അംഗമായിരുന്നു. ഇദ്ദേഹവും ഉള്ള സഭയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ബെന്യാമിന്റെ ആടുജീവിതം പ്രകാശനം ചെയ്തത്. വെൽക്കം ടു മൈ ബൈലിംഗൽ വിത്ത് ഡിസ്നി. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രാധാന്യമുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈ 5-നാണ്. ജൂലൈ 5-ന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അരുന്ധതി റോയിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുത്തത്. ഇതൊക്കെ നമ്മൾ എല്ലാവരും വാച്ച് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത ജൂലൈ 5 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാദർ സ്റ്റാൻ സ്വാമി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചിട്ട് 3 വർഷമാകുന്ന ദിവസമാണ് ജൂലൈ 5. അന്നാണ് ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത ഇവരെയൊക്കെ പോലെ തന്നെ ഭരണവിരുദ്ധ ഭീകരതയുടെ ഇരയായി ജയിലിൽ അടയ്ക്കപ്പെടുകയും ജയിലിൽ വെച്ച് തന്നെ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടൊന്നും കിട്ടാതെ ജയിലിൽ വെച്ച് തന്നെയാണ് പുള്ളിക്കാരൻ 84-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കപ്പെടുന്നത്. അപ്പം ആ ദിവസമാണ് അതിന്റെ ഡെത്ത് ആനിവേഴ്സറിയാണ് ജൂലൈ 5. ആ ദിവസമാണ് ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഞാൻ അബ്രഹാം സാറിന്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ പൊതുവെ ഇപ്പൊ കണ്ടുവരുന്ന ഈ ഒരു പ്രവണത, ഇത് സാർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണോ? അതെ, ഈ ഏത് ഭരണകൂടങ്ങളും തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത ലോകത്ത് നിലവിലുണ്ട്. അതിന് വിരുദ്ധമായിട്ട് നമുക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടുന്നത് വരെ ഭരണകൂടത്തിന് ഭീകരതയായി വരുന്ന ഒരു യേശുവിനെ ക്രൂശിൽ കയറ്റി കൊല്ലപ്പെടുന്നതിലൂടെ തുടങ്ങിയ നമ്മുടെ അറിവിൽ തുടങ്ങിയ, അതിനു മുമ്പ് ഗലീലിയോയെയും അതിനെയും എല്ലാം ഭരണകൂടങ്ങൾ തകർത്തെറിയുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും തച്ചുടയ്ക്കുക, അവരെ ഇല്ലാതാക്കി തീർക്കുക എന്നത് ഏത് ഭരണകൂടത്തിന്റെയും, അത് കമ്മ്യൂണിസം ഓർ കോൺഗ്രസ് ഓർ ക്യാപിറ്റലിസം, എല്ലാത്തിന്റെയും നിലനിൽപ്പിന്, രാജാക്കന്മാരുടെ നിലനിൽപ്പിന് ഇതെല്ലാം ആവശ്യമാണ്. അതിനിരയായ ഒരു വ്യക്തിയാണ് നാം ഇന്ന് പ്രതിപാദിക്കപ്പെടുന്ന ഫാദർ സ്റ്റാൻ സ്വാമി. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു USA നടത്തിയിട്ടുള്ള ടെസ്റ്റിലൊക്കെ അവസാനം തെളിഞ്ഞതാണ് ഇദ്ദേഹം മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതൊക്കെ തെറ്റാണെന്ന് അവർ അവസാനം തെളിയിക്കപ്പെട്ടു. പക്ഷെ അതൊന്നും നിരപരാധി, അദ്ദേഹം മരിക്കപ്പെട്ടതിന് ശേഷമാണ് ഇതൊക്കെ ഇവര് എല്ലാ മാധ്യമങ്ങളും ഒക്കെ ഉണർന്നത്. പക്ഷെ ആ സമയത്ത് എന്തുമാത്രം അദ്ദേഹം ഒരു കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു, എന്തുമാത്രം സപ്പോർട്ട് ആ സമയത്ത് എല്ലാവരുടെ ഇടന്നും കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അത്രയ്ക്കും ഉറപ്പില്ല. ഒരുപാട് സപ്പോർട്ടൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ സമയത്ത്. ഇതുപോലെ വേറെ രാജ്യങ്ങളിലും അല്ലെ, ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഹ്യൂമൻ റൈറ്റിന് വേണ്ടിയിട്ട്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്താ പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമായിട്ടുള്ള ആൾക്കാരെ അടിച്ചമർത്തുന്ന, അല്ലെ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് എല്ലാത്തിന്റെയും ഒരു ഇത്. അവരെ അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണ് നമ്മൾ എല്ലാ കാലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ. നമ്മുടെ കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു രാജനെ കൊലപാതകം എമർജൻസി പ്രഖ്യാപിച്ച് പ്രമാണിച്ചാണ്, അല്ലെ, നമുക്ക് ആ സമയത്താണ് ആ കൊലപാതകം നടന്നത്. അപ്പം എല്ലാ കാലത്തും ഇതൊരു സത്യമായിരുന്നു. പക്ഷെ ഈയിടെയായി ഞാൻ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ കൂടുതൽ ഉള്ളതുകൊണ്ടാണോ അതോ പണ്ട് നടന്ന കാര്യങ്ങൾ അറിയപ്പെടാത്തതാകാം. അതെ, ഇപ്പൊ ഫാദർ സ്റ്റാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജെസ്യൂട്ട് പുരോഹിതനായിരുന്നു. ജെസ്യൂട്ട് പുരോഹിതന്മാർ എന്ന് പറയുന്നവർ കത്തോലിക്ക സഭയുടെ പ്രത്യേക ഒരു കോൺഗ്രിഗേഷനാണ്. വിദ്യാഭ്യാസത്തിനും അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ വിമോചനത്തിനും വേണ്ടിയെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ്ഹുഡാണ്. അതിനകത്ത് ഒരു അംഗമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി. അദ്ദേഹം അനേക വർഷം പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ഗ്രാമങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ആദിവാസികളെയും ദരിദ്രരെയും സംരക്ഷിക്കാനും
അവരുടെ അവകാശങ്ങൾക്ക് കോടതികളിൽ പോയി വാദിക്കുവാനും ഒക്കെ ഇടയായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിനോട് ഭരണകൂടത്തിനുണ്ടായ പ്രത്യേക വൈരാഗ്യം സമ്പൽ സമൃദ്ധമായ ഖനി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മുതലാളിമാർ ആ പ്രദേശങ്ങളിലുള്ള ആദിവാസികളെ അടിച്ചോടിച്ച് അവർ നിരാലംബരായി, നിസ്സഹായരായി, ഭവനമില്ലാത്തവരായി, ഭൂമിയില്ലാത്തവരായി തീർന്ന ആ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി പോലീസ് FIR ഉണ്ടാക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് ഈ FIR-ന് വേണ്ടി പ്രത്യേകം ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ കുത്തിക്കയറ്റുകയായിരുന്നു. ഇത് US ഉണ്ടായിരുന്ന അന്വേഷണ ഏജൻസികൾ തെളിവ് സಮೇതം ഹാജരാക്കിയിട്ട് പോലും ഇന്നും അദ്ദേഹത്തിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട 6 പേര് ഇന്നും ജയിലിലാണ്. ഈ സ്റ്റാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് അർബുദ രോഗം ഉണ്ടായിരുന്നു. 82 വയസ്സായിരുന്നു. പാർക്കിൻസൺസ് രോഗം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് കൈകൊണ്ട് എടുത്ത് കഴിക്കുവാൻ നിവൃത്തിയില്ലായിരുന്നു തൊറ്റയ്ക്ക്. പക്ഷേ അദ്ദേഹം കോടതിയിൽ അദ്ദേഹത്തിന് ഒരു സ്ട്രോ കുടിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലും കോടതിയും ഭരണകൂടവും നിഷേധിച്ചു. അതാണ് അതിന്റെ ഒരു ദയനീയത അല്ലെ. കോടതി നമ്മൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുള്ളത് ഒരു ഇതാണ്, പ്രസ്ഥാനമാണ് അല്ലെ. ഒരു കോടതിയിൽ ചെന്നാൽ നീതി കിട്ടും. ജനാധിപത്യത്തിന്റെ ഒരു 5 പില്ലേഴ്സിൽ ഒന്നാണ് കോടതി, പത്രം. ഇവരൊന്നും തന്നെ ഒന്നും വേണ്ടിയില്ല. എന്നാൽ ഈ മിഷണറിമാരെ അയച്ച പുരോഹിത വർഗം തന്നെ ഇതിനെതിരെ ഒന്നും മിണ്ടാതെ ഭരണകൂടത്തിനോടൊപ്പം നിന്നു എന്ന് പോലും സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. പക്ഷെ അത് ഭയങ്കര ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ. അതെ, അങ്ങനെ അനേകം പേർ അറസ്റ്റ് ചെയ്യപ്പെടാതെ തന്നെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും മർദ്ദനമേറ്റ് അനേകം പേർ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ വ്യവസ്ഥിതിയല്ല, തങ്ങളുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ജനങ്ങളിൽ അവകാശബോധത്തെ വ്യാഖ്യാനിക്കപ്പെടുകയും അവരെ തെറ്റായ രീതിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ മഹനീയ ഈ ദിനത്തിൽ ഡെത്ത് ആനിവേഴ്സറി ആണ് അദ്ദേഹത്തിന്റെ 3ാമത്തെ ഡെത്ത് ആനിവേഴ്സറിയാണ്. അദ്ദേഹം കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കപ്പെടും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാർ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളല്ലേ. അപ്പം അതുകൊണ്ടാണ് തൂലികയുടെ ശക്തി അല്ലെ, തൂലികയുടെ ശക്തിയാണ് നമ്മളെ ഇന്ന് ഇത് ഓർപ്പിച്ചത്. നമ്മൾ ഇന്ന് പത്രം വായിക്കാൻ ഇടവരികയും പത്രത്തിൽ ഇന്ന് അത് കാണുകയും ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഓർമ്മ വന്നത്. അപ്പം എന്തുമാത്രം തൂലികയ്ക്ക് പണ്ടത്തെക്കാളും ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന്. കാരണം ഒരുപാട് ആൾക്കാർക്ക് അത് വായിക്കാനുള്ള അവസരങ്ങളുണ്ട് കൂടുതൽ പണ്ടത്തെക്കാളധികം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു നിത്യചൈതന്യ സ്വാമി പറഞ്ഞ ആ കുട്ടികള് ബുക്ക് വായിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. എന്ത് മനോഹരമായ ഒരു കാര്യമാണത്. അത് നമ്മൾ ആ വായനാശീലത്തിൽ നിന്നും സാറിന് കിട്ടിയ ഒരു അറിവല്ലേ അത്. അതൊന്ന് എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കാവോ? നേരത്തെ നിത്യചൈതന്യതയുടെ വിദ്യാഭ്യാസത്തിന്റെ ആമുഖം എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ 10-30 വർഷം മുമ്പ് വായിച്ചതാണ്. അതിന്റെ ഓർമ്മയിൽ നിന്നാണ്. അതിനകത്ത് എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ശിശുക്കളെ എങ്ങനെയാണ് ഭവന ചുറ്റുപാടുകളിൽ വളർത്തിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ കുട്ടികളുടെ പുറകെ പോയി പഠിക്കൂ എന്ന് പറഞ്ഞ് നടക്കുക എന്നതിന് പകരം, അല്ലെങ്കിൽ നീ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് അടുക്കളയിൽ ജോലിയിൽ വ്യാപൃതരാകുകയും അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയും അവരെ പഠിക്കാനായിട്ട് ഒരു മുറിയിലിരുത്തി മാറിപ്പോകുന്ന ചുറ്റുപാടുകളിൽ ഈ കുഞ്ഞുങ്ങളെ വെറുതെ നമ്മുടെ ശബ്ദവും നമ്മുടെ എനർജിയും നഷ്ടപ്പെടുത്താമെന്നല്ലാതെ കൊച്ചു പഠിക്കാൻ അതിന് പ്രാപ്തനാകുന്നില്ല. അതുകൊണ്ട് കുഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മളൊരു പത്രം നിവർത്തി വായിക്കുകയോ വായിക്കാതിരിക്കുകയോ വായിക്കുന്ന നാട്യത്തിലിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഈ കുഞ്ഞ് തന്നെത്താനെ വായിച്ചു തുടങ്ങും. അതൊരു സ്ഥിരം സംഭവമായി എല്ലാ ദിവസവും മാതാപിതാക്കളോ മുതിർന്നവരോ ഈ കുഞ്ഞിന്റെ മുറിയിൽ ഇരുന്ന് ഒരു പുസ്തകം എടുത്ത് വായന തുടങ്ങുകയാണെങ്കിൽ ഈ കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആൺകുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആൺകുഞ്ഞുങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ ഒരു വാതിലും
അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇറങ്ങിപ്പോകാനും വരാനുമുള്ള ഒരു വാതായനം ഉണ്ടായിരിക്കും. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പൊട്ടിക്കരഞ്ഞ് അവരുടെ ദുഃഖങ്ങളും വേദനകളും തന്നെത്താൻ ഇരുന്ന് കരയാനുള്ള ഒരു മുറിയും അടച്ചുറപ്പുള്ള ഒരു മുറിയും കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ പല പിള്ളേരുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്നാണ് നിത്യനിധി തന്റെ ബുക്കിൽ പറയുന്നത്. അതിൽ ഞാൻ പരീക്ഷിക്കുകയും എൻ്റെ മക്കളെ വളർത്തിയെടുക്കുകയും ചെയ്തപ്പോൾ അത് വളരെയധികം ഗുണകരമായി മാറുകയും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ കുഞ്ഞുങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്തതായിട്ട് എനിക്ക് അനുഭവ ബുദ്ധിയുണ്ട്. അത് എന്ത് വലിയ സൈക്കോളജിയാണ് അല്ലെ? ഒരു കുട്ടി വായിക്കുമ്പോൾ ആ കുട്ടിയുടെ മുന്നിലിരുന്ന് വായിക്കുന്നത് കുട്ടീനെ സ്വാധീനിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായ വേറൊരു കാര്യവും ആക്ച്വലി വളരെ ത്രോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു കുട്ടീനെ കാം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ആദ്യം കാം ആകണമെന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള സൈക്കോളജി വളരെ വലുതാണ്. നമ്മളുടെ കാംനെസ് ആണ് ആ കുട്ടികളിൽ കിട്ടുന്നത്. നമ്മൾ അല്ലെ, ഒരു കുഞ്ഞിനെ ഉറക്കാൻ കിടത്തുമ്പോൾ മാതാവ് അതിനോടൊപ്പം, അതുകൊണ്ടാണ് അമ്മമാരുടെ മടിത്തട്ടിൽ കിടന്നാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുന്നത്. പല ബിസിനസ്സുകളും പല ചിന്തകളും വ്യാപൃതമാകുന്ന അപ്പന്മാർ കുഞ്ഞുങ്ങളെ എടുത്ത് ഉറക്കാൻ കഷ്ടപ്പെടും. അതേസമയം മാതാവിന്റെ മാറിൽ കിടക്കുമ്പോൾ മാതാവും അതിനോടൊപ്പം ഉറങ്ങുകയും ശയിക്കുകയും സ്വന്തം ബോഡി തന്നെ അതിനുവേണ്ടി ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് വരികയാണെങ്കിലും ഈ കുഞ്ഞ് 5 നിമിഷത്തിനുള്ളിൽ ഉറങ്ങും. ഒരു പിതാവ് ഉറക്കുവാൻ ശ്രമിച്ചാലും ആദ്യമേ അദ്ദേഹം തന്നെ ഒന്ന് ശാന്തമായൊരു എല്ലാ ഇതും വിട്ട് എല്ലാ ചിന്തകളും മാറ്റി തന്റെ മാറിലേക്ക് കിടത്തി ഒന്ന് തട്ടി ഉണർന്നാൽ 5-10 മിനിറ്റിനുള്ളിൽ ഈ കുഞ്ഞ് ഉറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം. ഇങ്ങനെ ആകെ എന്തുമാത്രം ബുക്കുകൾ സാർ ഇതിനകം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തുമാത്രം ബുക്കുകൾ ജീവിതത്തിൽ ഇതുപോലെ പ്രയോഗിച്ചിട്ടുണ്ട്? ഇപ്പൊ മക്കളെ വളർത്തുന്ന കാര്യമാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ വായിച്ചിട്ടുള്ള ബുക്കുകൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പ്രയോഗിച്ചോ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധ്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ കുർബാന, വേദപുസ്തകത്തിലെ കുർബാന എന്ന് പറയുന്നത് തന്നെ അന്ത്യ അത്താഴത്തിന്റെ ഒരു മാതൃകയാണ്. അന്ത്യ അത്താഴത്തിൽ യേശുക്രിസ്തു അന്ത്യ അത്താഴത്തിൽ ചെയ്തത് തന്നെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യനെ തന്റെ കൂടെ ഇരുത്തി അപ്പം ആ മുന്തിരിച്ചാറിൽ മുക്കി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം പ്രയോഗതലത്തിൽ അത് പര്യാപ്തമാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ യേശുക്രിസ്തു ചെയ്തത് ഏറ്റവും വലിയ മാതൃകയാണ്. അതാണ് കുർബാന. ഇന്ന് കുർബാന കൊള്ളുന്നവരെല്ലാരും തന്നെ ശത്രുവിനോട് മിണ്ടാതെ കടന്നു പോകാനാണ് ശ്രമിക്കുന്നത്. യേശുക്രിസ്തു ചെയ്തത് ശത്രുവിന് മുന്തിരിച്ചാറിൽ അപ്പം നുറുക്കി കൊടുക്കുകയും കുരിശിലേറുമ്പോ പോലും തന്നെ ക്രൂശിച്ചവർക്ക് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ വലിയൊരു മോഡേൺ സൈക്കോളജിയും അത് തന്നെയാണ് പറയുന്നത്. നമ്മള് ഫൊർഗീവ്നെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമ്മള് മോഡേൺ സൈക്കോളജി പറയുന്നത് ആക്ച്വലി ഫൊർഗീവ്നെസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഗുണമാകുന്നത്. നമ്മളൊരാളെ ഹെയ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നമ്മൾ ഹെയ്റ്റ് ചെയ്യാതിരിക്കേണ്ടത് വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് സത്യത്തിൽ എടുക്കേണ്ടത് മറ്റേ ആളോട് നമ്മൾ ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ തലത്തിൽ പറഞ്ഞാൽ അത്രയും വർഷം മുമ്പ് നടന്ന ആ കാര്യം ഇപ്പത്തെ മോഡേൺ സൈക്യാട്രിയിലാണ് അവർ പറയുന്നത്. ഇവ നമ്മളൊരു പൈസ കൊടുത്തൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയാൽ അവരും ഇത് തന്നെയായിരിക്കും നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഫൊർഗീവ് ചെയ്യണം, അയാൾ ചെയ്തത് തെറ്റല്ലാത്തതുകൊണ്ടല്ല, അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൊർഗീവ് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ സൈക്കോളജിയിൽ ഞാൻ വായിച്ച ഒരു ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു ഫൊർഗീവ് ബട്ട് നോട്ട് ഫോർഗെറ്റ് ദ ഇൻസിഡന്റ്. ഫൊർഗീവ് ചെയ്താൽ നമ്മളുടെ മനസ്സിന് ശാന്തത ഉണ്ടാവും. നമ്മൾ പക്ഷെ ആ സന്ദർഭം എന്തെങ്കിലും മറന്നുപോയാൽ വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടും. ക്ഷമിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഏറ്റവും വലിയ സ്നേഹത്തിനെ പോലെ തന്നെയുള്ള ഒരു വലിയ കർത്തവ്യമാണ്. പക്ഷെ ക്ഷമ എല്ലാത്തിനും പരിഹാരമാകും. അതോടൊപ്പം തന്നെ നാം ക്രൂശിക്കപ്പെടാനും കൂടി തയ്യാറാകാൻ ഉള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. ഇല്ലെങ്കിൽ നമ്മൾ നിരാശ കൊണ്ട് നമ്മൾ ഭവനത്തിൽ ചിലപ്പോ ആത്മഹത്യയിലേക്ക് നമ്മളെ തന്നെ നയിക്കാനും സാധ്യതയുണ്ട്. ഏത് തരം ബുക്കുകളാണ് ഏറ്റവും അധികം സാറിനെ സ്വാധീനിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുമ്പം ഇങ്ങനെ വെറുതെ ഇപ്പൊ ബഷീറിന്റെ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹ്യൂമർ എഴുതി പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഹ്യൂമർ എഴുതി നമ്മളത് വായിക്കുമ്പോൾ ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സ്കില്ല് വേണം അല്ലെ? അതെനിക്ക് ബഷീറിന്റെ ബുക്കുകളുടെ വലിയ ആരാധികയാണ് ഞാൻ.
കാരണം എനിക്ക് ഒരു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് സീരിയസ് ബുക്കുകൾ വായിക്കണ്ട. അപ്പൊ നമുക്ക് ഈ സീരിയസ് മൂവീസ് കാണണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ അത് വായിക്കുമ്പം പുള്ളിക്കാരന്റെ ജന്മദിനം എന്നൊക്കെയുള്ള ബുക്കുകൾ പുള്ളിക്കാരൻ എഴുതുമ്പോൾ പല ബുക്കുകളിലും പുള്ളിക്കാരന്റെ ദാരിദ്ര്യം അത് എഴുതി വന്നു കഴിയുമ്പോൾ നമ്മൾക്കത് കരയുന്നതിന് പകരം നമ്മൾ ചിരിച്ചോണ്ട് തന്നെ പുള്ളിക്കാരന്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എഴുത്തുകാരന്റെയോ എഴുത്തുകാരിയുടെയോ ആരാധകനാണോ? അങ്ങനെ ഒരു എഴുത്തുകാരന്റെ വായനയിൽ മാത്രമല്ല, നമ്മൾ പരന്നു കിടക്കുന്ന ഒരു വായനയാണ്. ആ വായനയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഹാസ്യ എഴുത്തുകാരനാണ് VKN. VKNന്റെ വരയേക്കാൾ വലിയ വാചകത്തെക്കാൾ അതിനെ തന്നെ മികച്ചു വെക്കുന്നതായിരുന്നു നമ്പൂതിരിയുടെ അതിന്റെ ചിത്രാഖ്യാനം. അതെന്നും നമ്മൾ ഓർക്കും. ഞാനിപ്പോ ഓരോ വാക്കുകളും പെട്ടെന്ന് അമേരിക്കയിലായതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് VKN മലയാളത്തിൽ. അതിനോടൊപ്പം നമ്പൂതിരിയുടെ വരയും VKNന്റെ രചനയും കൂടി ചേരുമ്പോൾ അതൊരു വലിയൊരു അതുപോലുള്ള വായനകൾ. പക്ഷെ പരന്ന വായനയായിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു എഴുത്തുകാരനോ പ്രാസംഗികനോ ഒക്കെ ആകണമെങ്കിൽ ഒരു വലിയ പോയിന്റിലേക്ക് നമ്മളത് എത്തപ്പെടുകയാണ്. ഇന്നും ഒരു പരന്ന വായനയായിരിക്കും മനുഷ്യന്റെ വികസനത്തിന്. ബുക്ക് ഒക്കെ ചൂസ് ചെയ്യുമ്പം ചില ആൾക്കാർക്കില്ലേ ഹിസ്റ്ററി അറിയുന്നത് ഇഷ്ടമാണ്. ഇപ്പൊ സാറ് ചൂസ് ചെയ്യുന്ന ബുക്കുകൾ പൊതുവെ എല്ലാ ബുക്കുകളും ചൂസ് ചെയ്യും. എല്ലാ ബുക്കുകളും പരന്ന വായനയുടെ ആളാണ് അല്ലെ? അപ്പൊ എല്ലാ ബുക്കുകളും ഇഷ്ടമാണ്, എല്ലാ ബുക്കുകളും വായിക്കും, അങ്ങനത്തെ ആളാണ്. ബെന്യാമിന്റെ വേറൊരു ബുക്കില്ലേ, ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? മഞ്ഞവെയിൽ മരണങ്ങൾ. അതും നല്ലൊരു സാഹിത്യത്തില് ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബുക്കാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. അത് ഒരു പ്രദേശത്ത് കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ഒരു, എനിക്ക് തോന്നുന്ന ഒരു ഐലൻഡിൽ എത്തപ്പെടുന്ന ഒരു ജീവിതവും അതിന്റെ പുനർവാക്യാനും ഏറ്റവും അധികം ഒരു വായിക്കപ്പെടേണ്ട ഒരു ബുക്കാണ് മഞ്ഞവെയിൽ മരണം. അതുപോലെ തന്നെയാണ് KR മീരയുടെ ആരാച്ചാർ, പിന്നെ സേതുമാധവന്റെ പാണ്ഡവപുരം, MT വാസുദേവൻ നായരുടെ മഞ്ഞ്. അങ്ങനെ ഒത്തിരി ബുക്കുകൾ മലയാളത്തിൽ തന്നെയുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പൊ ഏറ്റവും പുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് എബ്രഹാം വർഗീസിന്റെ ദ കവനന്റ് ഓഫ് വാട്ടർ. അത് ഈ പുതുതലമുറ വായിക്കുന്നത് കേരള ചരിത്രത്തിന്റെയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെയും അവരുടെ ഉയർച്ചയുടെയും എല്ലാം ഒരു ഘട്ടങ്ങളായിട്ട് എഴുതപ്പെട്ടതാണ്. അങ്ങനെ ഒത്തിരി പേര് എഴുത്തുകാരെ ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്. ഈ ബുക്കുകളും ഡിജിറ്റൽ ബുക്കുകളും ഓഡിയോ ബുക്കുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പം. അതൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആളാണോ? അതോ ഇപ്പോഴും ട്രഡീഷണൽ ഒരു ബുക്കിന്റെ ചില ആൾക്കാർക്ക് ഉണ്ട് ആ ഒരു ബുക്ക് മറയ്ക്കുമ്പോഴത്തെ ആ സുഖം, ആ ഒരു മണം, അതൊക്കെ ഇഷ്ടമുള്ള ആളാണോ? അതോ ബുക്സും ഡിജിറ്റൽ വേൾഡും കാലം മാറി വരുവാണ്. നമ്മളെ അതെല്ലാം നമ്മുടെ ഓടിപ്പോകുന്ന യാത്രയിലാണെങ്കിലും നമുക്ക് കണ്ണിന് കേടുവരാതെ കേട്ടുകൊണ്ടിരുന്ന് വായിച്ചു പോവാം. അതും നല്ലതാണ്. പക്ഷെ ഏറ്റവും നല്ലത് ഒരു പുസ്തകം എടുക്കുമ്പോൾ അതിന്റെ ഒരു അക്ഷരത്തിന്റെ മണവും ആ പേജിന്റെ മണവും ഞാൻ എപ്പോഴും ഒരു പുസ്തകം പുതിയതായിട്ട് എടുക്കുമ്പോ തന്നെ അതൊന്ന് മണത്തു പോകും. ആ മണം മനസ്സിലിങ്ങനെ നിൽക്കും, അത് വായിച്ചു തീരുന്നത് വരെയും. എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ പുസ്തക വായന. ഞാനൊരു പഴയ ഇതായത് കൊണ്ടായിരിക്കും. പക്ഷെ ബുക്സും വായിക്കാറുണ്ട്, ഡിജിറ്റൽ ആയിട്ടുള്ളത് കേൾക്കാറുണ്ട്. ഇപ്പൊ തന്നെ എബ്രഹാം വർഗീസ് തന്റെ നറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, റേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് വായിക്കുന്നു. എഴുത്തുകാരെല്ലാരും തന്നെ അതുകൊണ്ട്. പക്ഷെ ഒരു എഴുത്തുകാരൻ വായിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അയാളുടെ മാനസിക സംഘർഷങ്ങളും അയാളുടെ ഇതുമെല്ലാം അത് വായിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ വേറൊരാൾ വായിച്ചു കേട്ടാൽ അത് അത്ര സുഖകരമായി തോന്നുന്നില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോഴും നല്ല ട്രഡീഷണൽ ബുക്കുകൾ വായിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെ? നമ്മുടെ കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം, അങ്ങനെ ചരിത്രങ്ങളുടെ ബുക്കുകൾ ഒക്കെ വായിക്കുന്ന ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരിത്രപരമായി വായിക്കപ്പെടുന്ന ഒരു ബുക്കുകളാണ്. അതിലാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റുവിന്റെ മൈ ട്രൂത്ത്, അങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്നു. ഓരോരുത്തർക്ക് ചിലർക്ക് ഹൊറർ നോവൽസ് വായിക്കാറുണ്ട്. ഞാൻ വായിക്കാറില്ല. ഞാൻ ഡ്രാക്കുള അങ്ങനെയുള്ളതൊക്കെ അതൊന്നും വായിക്കാറില്ല. എനിക്കങ്ങനെ ക്രൈം ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ അതൊരു കെട്ടുകഥകളാണ്. എനിക്ക് യാഥാർത്ഥ്യത്തോട് താരതമ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തോട് നീതി പുലർത്തുന്ന ബുക്കുകളാണ് ഞാൻ അധികവും വായിക്കാറ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടില്ലേ? എത്ര
കേരളം കഴിഞ്ഞ് ബഹ്റിനിൽ UAE-ലും ഒക്കെ ഇത്ര നാൾ താമസിച്ചിട്ടുണ്ട്. അതുപോലെ UK-യിൽ ഒരുപാട് നാളുണ്ടായിരുന്നു, USA-യിൽ ഒരുപാട് നിന്നിട്ടുണ്ട്. അപ്പം ഈ കൾച്ചറൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ വായന സഹായിച്ചിട്ടുണ്ടോ? ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കൾച്ചർ മനസ്സിലാക്കാൻ വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ വായനയുടെ ഫലമായിട്ട് ഈ വ്യക്തികളെല്ലാം തന്നെ നമ്മുടെ ഉറ്റമിത്രങ്ങളാണെന്നും. ഞാൻ വില്യം ഷേക്സ്പിയറിന്റെ ജന്മസ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ കാണുന്നതെല്ലാം ഇന്നും എന്നെ ഹോണ്ട് ചെയ്യുവാണ്. അദ്ദേഹത്തിന്റെ വായനാമുറിയും അദ്ദേഹത്തിന്റെ നാടകവും അദ്ദേഹത്തിന്റെ ഇപ്പോഴും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ നാടകം അവിടെ കളിക്കുന്നുണ്ട് യാത്രയിൽ. വില്യം ഷേക്സ്പിയറിന്റെ അങ്ങനെ മഹാന്മാരുടെയൊക്കെ ജന്മസ്ഥലങ്ങൾ സന്ദർശിക്കാനും ലണ്ടനിൽ വെച്ച് കാറൽ മാർക്സിന്റെ ശവകുടീരത്തിൽ പോയി ഒരു ചുവന്ന പൂക്കൾ അർപ്പിക്കാനും എല്ലാം ലഭിച്ചതൊരു വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കൂടാതെ ഇസ്രായേലിൽ ചെന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽപാദങ്ങൾ തൊട്ട് ഭൂമിയിലൂടെ നടക്കുവാനും അദ്ദേഹം മുട്ടുകുത്തി കരഞ്ഞ ഗാഗുൽത്ത മലയിൽ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും ഗാഗുൽത്ത മലയിലെ ശവകുടീരത്തിൽ പോയി നിറകണ്ണുകളോടെ അദ്ദേഹം ചെയ്ത ത്യാഗത്തെ ഓർക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു ജീവിതത്തിലെ ഒരു വലിയ അനുഭവങ്ങളാണ്. യാത്ര വളരെയധികം നമ്മളെ സമ്പുഷ്ടമാകും ജീവിതത്തിൽ. നാം നമ്മുടെ വീട്ടിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ മതിലിനകത്തും നിന്ന് സന്തോഷിക്കുന്നതിന് പകരം നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ കാണുന്ന ഈ മനുഷ്യന് എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണല്ലോ എന്ന് നമ്മൾ ഓരോ തിരുവീതികളിലൂടെയും കടന്നു പോകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ജനരോഷം ഉയരുന്നത്. പാലസ്തീനിയൻ ഇസ്രായേൽ വാറിൽ അംഗവൈകല്യം വരുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇരുഭാഗത്തും ഉണ്ട്. ഇസ്രായേലിലെ യൂതന്മാരിലുണ്ട്, പാലസ്തീനിയൻ ജനതയിലുണ്ട്. അനാഥരാകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് വിയറ്റ്നാം വാറിൽ തുണിയില്ലാതെ ഓടിയ ആ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാം നമ്മുടെ ബർട്രാൻഡ് റസൽ പറയുന്നത് പോലെ നീ മനുഷ്യത്വമുള്ളവനാകണമെങ്കിൽ പേപ്പർ വായിക്കുമ്പോൾ നിന്റെ ഹൃദയം നിറഞ്ഞ് കണ്ണീര് ചൊരിയണം. അതാണ് ഒരു സംസ്കാര സമ്പന്നന്റെ ലക്ഷണം. പേപ്പർ വായിച്ച് മടക്കി വെച്ച് നിന്നും പോകുന്നത് വായിക്കുമ്പോൾ നിങ്ങളെ ഫോൺ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ഇത്രയും അനുഭവങ്ങളുള്ള അങ്ങേക്ക് ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഈ ഓർമ്മ ദിവസം അദ്ദേഹം കോട്ട് ചെയ്യപ്പെട്ട 2 വരികളാണ് എന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഈവൻ കേജ്ഡ് ബേർഡ് ക്യാൻ സിംഗ്. കൂട്ടിലടച്ച പക്ഷിക്ക് ഇപ്പോഴും പാടാൻ കഴിയും. ആ 2 വരികളാണ് നമ്മൾ ഏതെല്ലാം ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മളെ എല്ലാവരും തള്ളിക്കളഞ്ഞാലും നമ്മളെ എല്ലാവരും ഒതുക്കാൻ ശ്രമിക്കുമ്പോഴും കൂട്ടിലടയ്ക്കപ്പെട്ടാലും നമുക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ പാടിക്കൊണ്ടേയിരിക്കും. അതിനൊരു തെളിവല്ലേ നമ്മൾ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്? അതൊരു തെളിവല്ലേ? അതെ. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബെന്യാമിന്റെ ബുക്കിൽ ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ള നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. നമ്മൾക്ക് സാറിനെ പോലെ ഓരോ കഥയും മനസ്സിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ എമ്പതി വേണം, നമ്മൾക്ക് കരുണ വേണം. നമുക്ക് കരുണയില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ കഥകളും, എല്ലാ യുദ്ധങ്ങളുടെ കഥകളും എല്ലാം ഒരു കെട്ടുകഥകൾ മാത്രമാണ്, നമ്മളെ ബാധിക്കാത്ത, വേറെ എവിടെയോ നടക്കുന്ന. നമ്മളെ ഇതൊക്കെ ബാധിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് ഒരു വേദന ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് കരുണ വേണം. ഇല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എവിടെയോ നടക്കുന്ന, അല്ലെ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളായി മാറും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബർട്രാൻഡ് റസൽ പറഞ്ഞതുപോലെ ഇത് വായിക്കുമ്പോൾ നിന്റെ മനസ്സ് ഘനീഭവിക്കപ്പെടണം, നിന്റെ കണ്ണുനീർ തുള്ളികൾ വീഴണം. എന്നാൽ മാത്രമേ നാം സംസ്കാര സമ്പന്നരായി എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. എന്റെ കൂടെ ഇത്രയും വലിയേറെ സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്.